നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. പലപ്പോഴും എൻ്റെ അടുത്ത് കുറച്ച് പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ഞാൻ ഡോക്ടറെ ഇങ്ങനെ വീണു. വീണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറ്റിയെന്ന് ഓർമ്മയില്ല. പിന്നെ ചിലപ്പോൾ പറയും ഞാൻ വീണു, പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ എണീക്കാൻ പറ്റി. ചില ആൾക്കാർ പറയും വീണതിന് ശേഷം പക്ഷെ എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ആൾക്കാർ എന്നെ എടുത്ത് പൊക്കേണ്ടി വന്നു, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വീഴ്ചകൾ എന്ന് പറയുന്നത് ആക്ച്വലി രണ്ടായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് നമ്മളതിനെ പ്രോപ്പറായിട്ടുള്ള ഫോൾ അഥവാ വീഴ്ച എന്നും, രണ്ട് ഡ്രോപ്പ് അറ്റാക്ക് എന്നും പറയും. അപ്പോൾ വീഴ്ച എന്ന് പറയുന്നത്, അതായത് ഫോൾ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ കണ്ണ്, ചെവി, നമ്മുടെ കാഴ്ച, നമ്മുടെ ബാലൻസ്, നമ്മുടെ മസിലിൻ്റെ ശക്തി, ഇതെല്ലാം ഉള്ളൊരു കോർഡിനേഷൻ ഇല്ലാതെ ആവുമ്പോഴാണ് വീഴുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇപ്പോൾ കാഴ്ചക്കുറവ്, ബാലൻസിൻ്റെ പ്രശ്നം, പിന്നെ ചിലപ്പോൾ നമ്മുടെ മസിലിൻ്റെ ബലക്കുറവ്, പിന്നെ ചിലപ്പോൾ സ്പൈനൽ കോഡിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഴ്ചകൾ ഉണ്ടാകാം. പിന്നെ പാർക്കിൻസോണിസം എന്നൊക്കെ പറയുന്ന നമ്മുടെ ചലനങ്ങൾ നിയന്ത്രിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. അതിന് ഞരമ്പുകളെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വീഴ്ചകൾ വരാറുണ്ട്. അതിന് കുറച്ച് വാർണിംഗ് സൈൻസ് ഉണ്ടാവും. അതായത് വീഴാൻ പോവാണ്, തലകറക്കം, ലൈറ്റ് ഹെഡഡ്നെസ്, കണ്ണിൽ ഇരുട്ട് കയറുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടായിരിക്കും വീഴുന്നത്. പലപ്പോഴും അവർക്ക് ചിലപ്പോൾ അത് തടയാനും പറ്റിയേക്കാം. പക്ഷേ ഈ ഡ്രോപ്പ് അറ്റാക്ക് എന്ന് പറയുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലെ ശക്തിയൊക്കെ തളർന്നു പോകും. പക്ഷേ അതിനൊരു വാർണിംഗ് ഉണ്ടാവില്ല. അത് ഉണ്ടാകുന്നതിനെ കുറിച്ച് നമുക്ക് ഇത് വരാൻ പോവാണെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പെട്ടെന്ന് തന്നെ ഒരു വീഴ്ചയായിരിക്കും, കൊളാപ്സ്ഡ് ആൻഡ് ഫോൾ എന്നൊക്കെ ആയിരിക്കും. അത് അത് ചിലപ്പം ബോധം നഷ്ടപ്പെടാം, ചിലപ്പോൾ നഷ്ടപ്പെടാതിരിക്കാം. ഈ ബോധം നഷ്ടപ്പെടുന്ന ഈ പെട്ടെന്ന് തന്നെയുള്ള വീഴ്ചയാണ് ഫിറ്റ്സ്. പിന്നെ ചിലപ്പോൾ തലച്ചോറിലേക്കുള്ള രക്തഓട്ടക്കുറവ് മൂലം ഉണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. TIA, ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ ബോധം നഷ്ടപ്പെടാതെയുള്ള ചില ഡ്രോപ്പ് അറ്റാക്കാണ് ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ഓട്ടോലിത്തിക് ക്രൈസിസ്, അതായത് ചെവിക്കകത്തുള്ള ചില ഞരമ്പുകളുടെ അമിത പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന ചില തകരാറുകൾ. അങ്ങനെയൊക്കെ ബോധം നഷ്ടപ്പെടാതെ പെട്ടെന്ന് കൊളാപ്സ് ചെയ്ത് വീഴാറുണ്ട്. അപ്പം നമ്മൾ ഈ രോഗി ഞാൻ വീണു എന്ന് പറഞ്ഞ് വന്നാൽ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ അതിനെ പഠിച്ചതിന് ശേഷമാണിത് എന്ത് അസുഖമായിരിക്കാം എന്നതിനെക്കുറിച്ച് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. താങ്ക് യു.